സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെങ്ങും വളരണം, വചനമൊഴുകണം, ലോകമെങ്ങും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം. സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം. രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം. എന്തെന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. 50 ദിവസത്തെ നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും കുരിശിൻ്റെ വഴിയുടെയും ഉപവാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും എല്ലാ സമാപനം ആത്മവിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് വിശ്വാസതലങ്ങളിൽ കൂടുതൽ തീഷ്ണതയോടുകൂടി മുന്നോട്ട് പോകുവാൻ ശക്തി നൽകിയ ദിവസങ്ങൾ നമ്മോട് യാത്ര പറയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പ് കാലഘട്ടം യേശുവിൻ്റെ പീഡാസഹനം അനുസ്മരിക്കുകയാണ്. പെസഹ രഹസ്യം ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന നിമിഷങ്ങൾ. അവിടുന്ന് അന്ത്യത്താഴ അവസരത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതും തുടർന്ന് ഗത്സമൻ തോട്ടത്തിലേക്കുള്ള യാത്രയും തൻ്റെ പ്രിയപ്പെട്ടവരാൽ തന്നെ ഒറ്റുകൊടുക്കപ്പെട്ട് തടവറയ്ക്ക് വിധിക്കപ്പെടുകയും തടവിലാക്കപ്പെടുകയും തുടർന്ന് ആവശ്യമായിട്ടുള്ള വിചാരണ പോലും ലഭിക്കാതെ അതിനുള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ട് ദാരുണമായ കുരിശുമരണം. അത് പ്രത്യേകമായിട്ട് നാം അനുസ്മരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പെസഹ രഹസ്യത്തിൽ യേശുവിൻ്റെ ജനനം മുതൽ ഉദ്ധാനം വരെയുള്ള പെസഹ രഹസ്യം പാസ്കൽ മിസ്റ്ററിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാടകീയമായ മുഹൂർത്തങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധിയുടെ നിമിഷങ്ങൾ നമുക്ക് സംഭാവന ചെയ്യുന്ന അവസരമാണ് ഈ വലിയ ആഴ്ചയിൽ കുരിശിൻ്റെ വഴിയിലൂടെയുള്ള യാത്ര. അവിടുത്തെ പീഡാസഹനം, അവിടുത്തെ മരണം. ഈശോ എന്തുകൊണ്ട് കുരിശിൽ മരിച്ചു? ഒരു കുരിശു മരണത്തെക്കുറിച്ച് യേശു ധ്യാനിച്ചിരുന്നു ആരംഭത്തിൽ തന്നെ എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അവിടുത്തെ കുരിശുമരണം ആരാണ് അവിടത്തേക്ക് സമ്മാനിച്ചത്? അവിടുന്ന് തുടക്കത്തിൽ തന്നെ ഈശോ അപ്പസ്തോലന്മാരോട് മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. മനുഷ്യപുത്രൻ ജെറൂസലമിലേക്ക് പോവുകയും പുരോഹിതന്മാരാലും നിയമജ്ഞന്മാരാലും പീഡിപ്പിക്കപ്പെടുകയും മരണത്തിന് വിധേയനാവുകയും ചെയ്യും. അപ്പോൾ പത്രോസ് ശ്ലീഹ അതിനെ നിഷേധിച്ചു. ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. സാധാരണക്കാരനാണ് പത്രോസ് ശ്ലീഹ, അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ പ്രതീകമായിട്ട് നിൽക്കുകയാണ് പത്രോസ് ശ്ലീഹ. നമ്മുടെ മുൻപിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരു കുരിശിനെക്കുറിച്ച് നാം കേൾക്കുകയാണെങ്കിൽ വളരെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു കുരിശാണ് നമ്മിൽ കടന്നു വരാൻ നമ്മെ കാത്തിരിക്കുന്നതെന്ന് വിചാരിച്ചാൽ നമുക്കുണ്ടാകുന്ന മാനസികമായ വിഷമം അത് അപ്പസ്തോലൻ പങ്കുവെക്കുകയാണ്. ഇതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഈശോ പത്രോസിനോട് പറഞ്ഞു, സാത്താനെ നീ ദൂരെ പോവുക, നിനക്കുള്ളതല്ല, അത് തിന്മയുടെ ശക്തികളാണ് കുരിശിനെ സ്വീകരിക്കാത്തത്. കുരിശാണ് രക്ഷയുടെ അടയാളം. അഭിമാനിക്കുന്നവൻ
നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കുരിശിൽ അഭിമാനിക്കട്ടെ എന്ന ആധ്യാത്മികത അപ്പസ്തോലൻ നമ്മോട് പങ്കുവെക്കുമ്പോൾ അത് യേശുവിൻ്റെ ആത്മീയതയാണ്. കുരിശിനെ ഈശോ സമീപിച്ചതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈശോ പത്രോസിനോട് പറഞ്ഞു, ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നാൽ എന്നെ പ്രതി ജീവൻ നഷ്ടപ്പെടുത്തുന്നവർ അത് കണ്ടെത്തുമെന്ന് ഈശോ പറയുകയാണ്. അതായത് ജീവൻ കണ്ടെത്തുന്നത് കുരിശിലൂടെയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ കുരിശുമരണം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അത് ജീവന് വേണ്ടിയുള്ളതാണ്. ആരാണ് യഥാർത്ഥത്തിൽ കുരിശുമരണം ഈശോയ്ക്ക് നൽകിയത്? അത് നാം ചിന്തിക്കുകയാണ്. കുരിശുമരണം കണ്ടുപിടിച്ചത് പേർഷ്യക്കാരാണ്. പേർഷ്യക്കാരത് കണ്ടുപിടിക്കുന്നതിനൊരു കാരണമുണ്ട്. അതായത് മരണശിക്ഷയ്ക്ക് വിധിക്കുന്നവർ കുറ്റവാളികളാണ്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാൽ അവരെ വധിക്കണം. അപ്പോൾ രക്തം ചിന്തി കുറ്റവാളികളുടെ രക്തം നിലത്ത് ചിന്തുന്നത് ശാപം കൊണ്ടുവരും എന്നവർ കരുതിയിരുന്നു. അപ്പോൾ രക്തം ചിന്താതെയുള്ള ശിക്ഷ നൽകാൻ, മരണശിക്ഷ നൽകുവാൻ, വധിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം കുരിശുമരണമാണെന്ന് അവർക്ക് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് പേർഷ്യക്കാരുടെ ആ ഒരു സംഭാവനയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുക. യേശു ഏറ്റെടുക്കുന്നത് കുരിശുമരണം. യേശു ഈ കുരിശുമരണത്തിൻ്റെ ഈ ഒരു കാലഘട്ടം ഇസ്രായേൽ ജനത കടന്നുപോയ നന്മയുടെയും തിന്മയുടേതുമായ വഴികളിലൂടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും, മനസ്സിലാക്കാൻ കഴിയും. അബ്രാഹത്തിലൂടെ ആരംഭിച്ചു ഒരു രക്ഷ. അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ദൈവജനത്തിന്, നമുക്ക് നഷ്ടപ്പെട്ടു പോയ പറുദീസ വീണ്ടെടുക്കുന്നതിന്, ആ സ്വന്തമാക്കുന്നതിന് ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷയുടെ നിമിഷങ്ങൾ അബ്രാഹത്തിലൂടെ ആരംഭിക്കുകയാണ്. അവിടുന്ന് അബ്രാഹത്തിലൂടെ കടന്നു വന്ന് പിതാക്കന്മാരിലൂടെ കടന്നു വന്ന് ഇസ്രായേൽ ജനതയ്ക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു കാനാൻ ദേശം നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ആ കാനാൻ ദേശം ദൈവം വളരെ അത്ഭുതകരമായിട്ട് ഭംഗിയായിട്ട് അതെല്ലാം നൽകിയെങ്കിലും അതെല്ലാം നഷ്ടപ്പെടുത്തുകയാണ് ഇസ്രായേൽ ജനത. എങ്ങനെ? പാപം ചെയ്തുകൊണ്ട് തന്നെ. ദൈവത്തിനെ സ്നേഹിക്കാതെ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിച്ചുകൊണ്ട് 10 കൽപ്പനകൾ അപ്പാടെ നിരസിച്ചുകൊണ്ട് അത് പാലിക്കുവാൻ വൈമുഖ്യം കാണിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത ദൈവത്തിന് തിരുമുമ്പിൽ വലിയ തെറ്റ് ചെയ്തുകൊണ്ട് സ്വയം നശിക്കുകയാണ്. ഇസ്രായേൽ ജനത നശിച്ചത് സ്വന്തം ഗോത്രങ്ങൾ തമ്മിൽ പടവെട്ടിക്കൊണ്ടാണെന്ന് നമുക്കറിയാം. ഒരു ഗോത്രത്തിന് മറ്റൊരു ഗോത്രത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ അവർ യുദ്ധം ചെയ്ത് തന്നെ അവർ നശിച്ചു. അപ്പോൾ യേശു കടന്നു വരുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി ഇസ്രായേൽ ജനത സ്വന്തമാക്കിയിരുന്ന ഒരു രാജ്യം അവർക്കില്ല. അവരെ മറ്റ് രാജ്യങ്ങൾ ഭരിക്കുകയാണ്. അവർ പ്രതീക്ഷിക്കുകയാണ് തേനും പാലും ഒഴുകുന്ന ഒരു രാജ്യം, യഹൂദർക്ക് സ്വന്തമായിട്ട് ഭരണം നടത്താവുന്ന ഒരു രാജ്യം, ഒരു ഇസ്രായേൽ രാജ്യം. അതവരുടെ സ്വപ്നമായിരുന്നു, അത് ലഭിച്ചതായിരുന്നു. എന്നാൽ അവർ തന്നെ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. വീണ്ടും അവർ പ്രതീക്ഷിക്കുകയാണ് ഒരു സ്വന്തമായിട്ടുള്ള ഒരു രാജ്യം. ഒരു രക്ഷകൻ കടന്നു വരും. സുവിശേഷങ്ങളിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള, വചനത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള, പ്രവാചകന്മാരാൽ അരുളി ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു രക്ഷകൻ ക്രിസ്തു അത് കടന്നു വരും എന്നവർ കൃത്യതയോടുകൂടി കാത്തിരിക്കുക ഒരു രാജാവിനെ. അപ്പോൾ അവർക്ക് ഈ കാലഘട്ടത്തിൽ ഒരു രക്ഷകനെ അവർ കാത്തിരിക്കുമ്പോൾ അവർക്ക് അടിമത്തമാണുള്ളത്. ബാബിലോൺ അടിമത്തം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും സ്വാതന്ത്ര്യത്തിലേക്ക് ഒരിക്കൽ പോലും അവർക്ക് വരുവാൻ സാധിച്ചില്ല എന്ന് നമുക്കറിയാം. അവർ സിറിയക്കാരുടെ അടിമത്തത്തിലായിരുന്നു, ഗ്രീക്കുകാരുടെ അടിമത്തത്തിലായിരുന്നു, ഈജിപ്തുകാരുടെ അടിമത്തത്തിലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് റോമാക്കാരുടെ അടിമത്തത്തിലായി, റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിലായി ഇസ്രായേൽ ജനത. അപ്പോൾ അവർ കാത്തിരിക്കുകയാണ് ഒരു രാജാവ് വരും. അത് ഹെറോദോസിനെ പോലെയുള്ളൊരു രാജാവല്ല. ഹെറോദോസ് സ്വന്തം രാജാവായ വ്യക്തിയാണ്. പണം കൊടുത്ത് രാജ്യത്വം വാങ്ങിയ ആളാണ് ഹെറോദോസ്. ഹെറോദോസ് ഏസാവിൻ്റെ വംശാവലിയിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് യഹൂദർക്ക് അത്ര താല്പര്യമായിരുന്നില്ല. യഹൂദനെന്ന് അവകാശപ്പെടുന്നുണ്ട്, എന്നാൽ അദ്ദേഹത്തിൻ്റെ അമ്മ യഹൂദ വംശത്തിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ ഏസാവിൻ്റെ വംശാവലിപ്പെട്ട ഏദോമ്യനാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. അതുകൊണ്ട് യഹൂദ മതത്തോട് താല്പര്യമുണ്ട്, എന്നാൽ യഹൂദ മതത്തിൻ്റെ ആചാരങ്ങളൊന്നും പാലിക്കുവാനും ഹെറോദോസ് തയ്യാറാകുന്നില്ല. കടുത്ത ക്രൂരനായിരുന്നു. അതീവ ക്രൂരത ജീവിതത്തിൽ എന്നും നടപ്പിലാക്കിയ വ്യക്തിയാണ് ഹെറോദോസ്.
അദ്ദേഹം ഒരു സാധാരണക്കാരൻ. അദ്ദേഹത്തിൻ്റെ പിതാവ് സാമ്പത്തികമായിട്ട് ഉണ്ടായിരുന്നു. ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പടിപടിയായിട്ട് അദ്ദേഹം മുകളിലത്തെ പദവിയിലേക്ക് കയറി വന്ന് ഭരണത്തിൽ റോമൻ ചക്രവർത്തിമാരോടും അവർക്ക് നേതൃത്വം നൽകുന്നവരോടും കൂടി ചേർന്ന് നിന്ന് ഈ ഭരണം, യൂദയായുടെ ഭരണം ഏറ്റെടുക്കുവാൻ സാധിച്ച വ്യക്തിയാണ് ഹെറോദോസ്. അതുകൊണ്ട് അദ്ദേഹത്തിൽ കാപട്യവും ക്രൂരതയും നിറഞ്ഞു നിൽക്കുകയാണ്. ക്രൂരതയുടെ ആൾ രൂപമായിരുന്നു ഹെറോദോസ്. അപ്പോൾ ഇവിടെ ഭരിക്കുന്നത് ഹെറോദോസാണ്. ആ ഹെറോദോസ് ഭരിക്കുന്ന അവസരത്തിൽ അവർക്കൊരിക്കലും സ്വാതന്ത്ര്യമില്ല. റോമൻ സാമ്രാജ്യം അതിൻ്റെ കീഴിലായിരിക്കുമ്പോൾ പീലാത്തോസ് ഇവിടെ ഭരിക്കുകയാണ് ഗവർണറായിട്ട്. ജെറൂസലം പീലാത്തോസിൻ്റെ പ്രത്യേകമായ ഭരണത്തിൻ്റെ കീഴിൽ, ഒരു ഗവർണർ എന്ന നിലയിൽ ഭരണത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ ഈ ഹെറോദോസിൻ്റെയും പീലാത്തോസിൻ്റെയും സാന്നിധ്യം തന്നെ യഹൂദർക്ക് അടിമത്തമാണ്. അവർക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. എന്നാൽ അവർക്ക് ഈ സ്വാതന്ത്ര്യ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവർ കാത്തിരിക്കുകയാണ് ഒരു രക്ഷകനെ. അവരൊരു രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഈശോ വരുന്നത്. ഈശോ നന്മ മാത്രമല്ലേ പ്രവർത്തിച്ചുള്ളൂ. അവൻ നന്മ ചെയ്തുകൊണ്ട് അവരുടെ ഇടയിലൂടെ കടന്നുപോയി എന്ന് നാം വായിക്കുന്നില്ലേ? നന്മ മാത്രമാണ്. വേദനിക്കുന്നവരോടും ദുഃഖിക്കുന്നവരോടുമൊപ്പം അവിടുന്ന് ഉണ്ടായിരുന്നു. അന്ധർക്ക് കാഴ്ച നൽകി, ബധിരർക്ക് കേൾവി നൽകി, മരിച്ചവരെ ഉയർപ്പിച്ചു, വിശക്കുന്നവർക്ക് അപ്പം നൽകി. പിന്നെ എവിടെയാണ് ഈശോ ഒരു കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടത്? എന്തുകൊണ്ട് ഈശോ മരിക്കുവാനുള്ള കാരണം എന്താണ്? ആരാണ് യേശുവിനെ വധിക്കുന്നത്? അത് നമുക്കിവിടെ പ്രാർത്ഥനാപൂർവം നാം ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് യേശുവിൻ്റെ ജീവിതമായ പെസഹ രഹസ്യം തന്നെയാണ്. നന്മ ചെയ്തിട്ടും എന്തുകൊണ്ട് അവിടുന്ന് കുരിശിൽ മരിക്കുന്നു? അതാണ് ഈ പെസഹ രഹസ്യത്തിൻ്റെ ഏറ്റവും കേന്ദ്രബിന്ദുവായ ഈ വലിയ ആഴ്ചയിൽ നാം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. യേശുവിനെ വെറുത്തവരുണ്ട് തീർച്ചയായിട്ടും അവിടുന്ന് പഠിപ്പിച്ചപ്പോൾ. ചുങ്കക്കാർക്ക് യേശുവിനെ ഇഷ്ടമായിരുന്നില്ല. കാരണം ചുങ്കക്കാർ ഇരട്ടി ചുങ്കം ആളുകളിൽ നിന്ന് പിഴിഞ്ഞു വാങ്ങിയിരുന്നവരാണ്. അവർക്കെതിരെ ഈശോ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളെ ചുങ്കക്കാരെ പോലെ ആകുവാൻ പാടില്ല. അങ്ങനെ ചുങ്കം പിരിച്ചിരുന്ന സക്കേബൂസിനെ യേശു തിരുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ചുങ്കക്കാർക്ക് യേശുവിനെ ഇഷ്ടമായിരുന്നില്ല. പിന്നെ സദ്ദുക്കായർ, പുരോഹിത വംശത്തിന് യേശുവിനെ ഇഷ്ടമായിരുന്നില്ല തീർച്ചയായിട്ടും. കാരണം മറ്റൊന്നുമല്ല, സദ്ദുക്കായർ അവർ ആളുകളിൽ നിന്ന്, തീർത്ഥാടനത്തിനായിട്ട് കടന്നു വരുന്ന ആളുകളിൽ നിന്ന് അനീതിയോടുകൂടി പണം സംഭരിച്ചിരുന്നു എന്ന് നമുക്കറിയാം. വിദേശങ്ങളിൽ നിന്നെല്ലാം, പുറമേ നിന്ന്, ജെറൂസലമിന് പുറത്തു നിന്ന് ജെറൂസലമിലേക്ക് ഒരു പെസഹ കാലത്ത് 20 ലക്ഷത്തിലധികം ആളുകൾ വന്നിരുന്ന അവസരത്തിൽ അവർക്ക് കാള, ആട്, പ്രാവ് ഇവ ബലിയായിട്ട് അർപ്പിക്കേണ്ടിയിരുന്നു. ഇവർക്ക് അവിടെ ബലി അർപ്പിക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോൾ അവർക്ക് ദേവാലയത്തിലേക്ക് കടക്കണമെങ്കിൽ, ദേവാലയം ഒരു 13 ഏക്കർ ചുറ്റിൽ ഉള്ള ഒരു ദേവാലയം, ആ ദേവാലയത്തിൻ്റെ അകത്തേക്ക് കടക്കണമെങ്കിൽ അവിടെ ഭരിച്ചിരുന്നത് സദ്ദുക്കായരായിരുന്നു, പുരോഹിതരായിരുന്നു. പ്രധാന പുരോഹിതരുടെ നേതൃത്വത്തിലുള്ള ആളുകളായിരുന്നു, അംഗരക്ഷകരായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. അതിനുള്ളിൽ റോമൻ സാമ്രാജ്യത്തിനോ പീലാത്തോസിനോ അധികാരമുണ്ടായിരുന്നില്ല. അപ്പോൾ റോമൻ നാണയം ഈ ദേവാലയത്തിൻ്റെ മതിലിന് പുറത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അകത്ത് പ്രത്യേകമായിട്ട് ഈ സദ്ദുക്കാരുടെ, യഹൂദരുടെ നാണയമായിരുന്നു. അവിടെ യഹൂദർ നാണയം, അതിൽ റോമൻ നാണയത്തിൽ രാജാവിൻ്റെ ചിത്രമുണ്ടായിരുന്നു. രാജാവിൻ്റെ ചിത്രം അതിൽ പതിച്ചിരുന്നു. അങ്ങനെയുള്ള ചിത്രം ഒരിക്കലും ദേവാലയത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുവാൻ കഴിയുകയില്ല. അത് ദേവാലയത്തിന് ചുറ്റിലേക്കും, കാരണം അത് വിഗ്രഹാരാധന. അതുകൊണ്ട് യഹൂദർ അത് മുടക്കിയിരുന്നു. അതുകൊണ്ട് അവർക്ക് പക്ഷേ വരുന്നവർക്ക് വളരെ ദൂരെ നിന്ന് കാളയും ആടുമൊക്കെ ആയിട്ട് വരാൻ സാധിക്കുകയില്ല. അപ്പോൾ അവർക്ക് വാങ്ങുവാനുള്ള സൗകര്യങ്ങളുണ്ട്. ഉടനെ നാണയം മാറ്റണമായിരുന്നു. റോമൻ നാണയം മാറ്റിക്കൊണ്ട് യഹൂദരുടെ നാണയം വാങ്ങുമ്പോൾ അതിന് ഇരട്ടി ലാഭം അവർ വാങ്ങിയിരുന്നു. അങ്ങനെ അതാണ് യേശു ഓശാനയുടെ ദിവസം പ്രത്യേകമായിട്ട് കടന്നു വരുമ്പോൾ ഇത്തരം നാണയങ്ങൾ മാറ്റക്കാരെയാണ് തട്ടിമറിച്ചിട്ട്, നിങ്ങളെൻ്റെ ഗുരുവിൻ്റെ ദേവാലയം നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുകയാണോ എന്ന് ഈശോ ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക്, യഹൂദർക്ക്, ഈ പുരോഹിതർക്ക്, സദ്ദുക്കായർക്ക് യേശുവിന് ഇഷ്ടമായിരുന്നില്ല. കാരണം അവരുടെ വരുമാനം ഇല്ലാതാക്കുവാൻ യേശു പരിശ്രമിക്കുകയാണ്. ആ യേശുവിൻ്റെ സാന്നിധ്യം അവർക്കുള്ള
വരുമാനമില്ലാതെയാക്കിയിരുന്നു. അപ്രകാരം തന്നെ ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ ചുങ്കക്കാർക്കും ഫരിസേയർക്കും അതുപോലെ ഫരിസേയർക്കും യേശുവിന് ഇഷ്ടമായിരുന്നില്ല. കാരണം നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കണമെന്ന് അവർ പഠിപ്പിക്കുകയാണ്. കൃത്യം കാർക്കശ്യത്തോടുകൂടി നിയമം പാലിക്കണം. എന്നാൽ ഈശോ പലപ്പോഴും നിയമങ്ങളല്ല, അതിനപ്പുറത്ത് മനുഷ്യനാണ് വലുത്, കാരുണ്യമാണ് വലുതെന്ന് പഠിപ്പിക്കും. പാപിനിയായ സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ അവളെ കല്ലെറിയാതെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന കാരുണ്യം, അത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന മോശയുടെ നിയമത്തിന് കീഴിൽ വരുമായിരുന്നു. അതുകൊണ്ട് ഫരിസേയർക്കും യേശുവിന് ഇഷ്ടമായിരുന്നില്ല. ഇങ്ങനെ യേശു ഒരു സ്വാതന്ത്ര്യത്തിനു വേണ്ടി, യേശു രക്ഷയ്ക്ക് വേണ്ടി വന്നെങ്കിലും യേശുവിൻ്റെ കുരിശുമരണത്തിലേക്കുള്ള യാത്രയ്ക്ക് ഇതുപോലുള്ള കാരണങ്ങൾ, സാഹചര്യങ്ങൾ ഒരുങ്ങിയിരുന്നു. ഒന്ന്, അവിടെ അടിമത്തത്തിൻ്റെ ഒരു കാലമായിരുന്നു. അവിടെ കുരിശുമരണം അവിടെ നിന്നു. പീലാത്തോസ് ഭരിക്കുന്നൊരു കാലഘട്ടത്തിൽ പീലാത്തോസ് നൽകിയിരുന്നത് കുരിശുമരണമായിരുന്നു. തങ്ങളുടെ കള്ളന്മാർക്കും അതുപോലെ റോമൻ സാമ്രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെല്ലാം കുരിശുമരണം. അപ്പോൾ ഈശോ കടന്നു വന്നത് കുരിശുമരണമുള്ളൊരു കാലഘട്ടത്തിലേക്കായിരുന്നു. ആ കുരിശുമരണം അവിടുന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടുന്ന് സ്വീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈശോയ്ക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ കുരിശുമരണം ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ കടന്നു വരാമായിരുന്നു. അതല്ലെങ്കിൽ കുരിശുമരണം കഴിഞ്ഞതിന് ശേഷം മറ്റു വിധിയുള്ള കാലഘട്ടത്തിൽ കടന്നു വരാമായിരുന്നു. എന്നാൽ കുരിശുമരണത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ, കുരിശുമരണം ശിക്ഷയായിട്ട് നൽകുന്നൊരു കാലഘട്ടം, അതിനുള്ള സാഹചര്യങ്ങൾ ഫരിസേയർ, ചുങ്കക്കാർ, സദ്ദുക്കായർ, അങ്ങനെയുള്ള ആളുകളെല്ലാം ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം. അവിടെ റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഈശോ കടന്നു വരുമ്പോൾ അത് അവിടുന്ന് അനുഭവിക്കുന്ന പീഡകളുടെ ഒരു കാലഘട്ടത്തിലേക്ക്, കുരിശിലേക്കാണ് ഈശോ നടന്നു വരുന്നത് എന്ന് കൃത്യതയോടുകൂടി വായിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും. ഇതാണ് പെസഹ രഹസ്യം. ഈ കുരിശിലേക്കാണ് ഈശോ കടന്നു വരുമ്പോൾ ആരാണ് യേശുവിനെ വധിക്കുന്നത്? ഫരിസേയരാണോ? പീലാത്തോസാണോ? ഈ ചുങ്കക്കാരാണോ? സ്വന്തം ശിഷ്യനായ യഹൂദനാണോ? സ്വന്തം ശിഷ്യനായ യൂദാസാണോ? ആരാണ് യേശുവിനെ വധിക്കുന്നത്? യേശുവിനെ വധിക്കുന്നത് ആരാണെന്ന് ഇവിടെ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടുന്ന് യഹൂദർ, സെന്നദ്രിൻ, യേശുവിനെ വധിക്കുന്നതിന് വേണ്ടിയുള്ള ശിക്ഷ നടപ്പിലാക്കുകയാണ്. നീ എന്തുകൊണ്ട് ശിക്ഷ നടപ്പിലാക്കണം? യഹൂദരുടെ നിയമമനുസരിച്ച് ദൈവദൂഷണം പറയുന്ന ആ വ്യക്തി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടണം. അപ്പോൾ അവിടെ നമ്മൾ കാണുകയാണ്, ലേവ്യരുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും, ഏകദേശം മരണശിക്ഷ ഒരാൾക്ക് കിട്ടാവുന്നതിൽ 15-ലധികം കാര്യങ്ങൾ മരണശിക്ഷ കിട്ടാവുന്നതാണ്. അപ്പോൾ വധശിക്ഷ കിട്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു തെറ്റ് ഇവിടെ എന്താണ് ഈശോ ചെയ്യുന്നത്? ദൈവദൂഷണം. അവർ കണ്ടുപിടിക്കുകയാണ്, നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. അതേ എന്ന് ഈശോ തൻ്റെ മൗനത്തിലൂടെയും തൻ്റെ പ്രവർത്തനത്തിലൂടെയും അവരോട് ഏറ്റുപറയുമ്പോൾ ഇത് ദൈവദൂഷണമായിട്ട് അവർ ചിത്രീകരിച്ചുകൊണ്ട് സെന്നദ്രിൻ 70 പേരടങ്ങുന്ന ആ കമ്മിറ്റി, അതിൽ 2 പേരെ ഈശോയ്ക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്നുള്ളൂ, നിക്കോദമസും അരിമത്യക്കാരൻ ജോസഫും. ബാക്കി 68 പേരും അവന് എതിരായിട്ട് ശിക്ഷ വിധിക്കുകയാണ്. എന്നാൽ അവരുടെ പകുതിയെങ്കിലും യേശുവിന് അനുകൂലമായിരുന്നെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെടുമായിരുന്നു. അത് ഭൂരിഭാഗം ആളുകളും യേശുവിന് എതിരായിട്ട് അവിടെ വിധിക്കുകയാണ്. എന്നാൽ അവർക്ക് വധിക്കുവാനുള്ള അവകാശമില്ല. അത് പീലാത്തോസിനായിരുന്നു. പീലാത്തോസിൻ്റെ അടുത്തേക്ക് യേശുവിനെ കൊണ്ടുവരുമ്പോൾ ഇവൻ മരണശിക്ഷ അർഹിക്കുന്ന യാതൊരു തെറ്റും ഞാൻ ഇവനിൽ കാണുന്നില്ല എന്ന് ഈശോ പീലാത്തോസ് ഈശോയെപ്പറ്റി വിധിക്കുകയാണ്. മരണശിക്ഷയ്ക്ക് അർഹമായ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ് പീലാത്തോസ്. പിന്നെ എന്തിന് ഈശോ വധിക്കപ്പെടണം? പക്ഷേ യഹൂദരെ ഭയന്നതുകൊണ്ടാണ് പീലാത്തോസ് ഇവിടെ യേശുവിന് മരണശിക്ഷ വിധിക്കുന്നത്. എന്തുകൊണ്ട് യഹൂദരെ ഭയക്കണം? അവിടെ തന്നെ യഹൂദരിൽ ഒരു പ്രത്യേകമായിട്ട് ജലത്തിനുള്ള സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി പീലാത്തോസ് ആഗ്രഹിക്കുക. പക്ഷേ അതിനുള്ള പണം മറ്റെവിടെ നിന്നുമല്ല, ദേവാലയത്തിൽ നിന്ന് നിർബന്ധിച്ചുകൊണ്ട് മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒരധികാരം പ്രയോഗിച്ച് ദേവാലയത്തിലുണ്ടായിരുന്ന പണം മോഷ്ടിച്ചുകൊണ്ട്, യഹൂദരുടെ പണം അവിടുന്ന് ബലമായി എടുത്തുകൊണ്ട് ഒരു ജലത്തിനു വേണ്ടിയിട്ടുള്ള കുളം നിർമ്മിക്കുകയും അതിനുള്ള സംവിധാനങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുകയാണ്. ഇത് യഹൂദർക്ക് ഒട്ടും തന്നെ ഇഷ്ടമായില്ല.
പീലാത്തോസിൻ്റെ നിരവധി പ്രവർത്തനങ്ങൾ യഹൂദർക്ക് ഇഷ്ടമേ ആയിരുന്നില്ല. അവർ തക്ക സമയത്ത് അവരെതിർത്തിരുന്നു. ജീവൻ നഷ്ടപ്പെടുത്തിയും പീലാത്തോസിനെ അവരെതിർത്തിരുന്നു. അങ്ങനെ അവർ ഈ ഒരു സംഭവത്തിൽ യഹൂദർ ഒന്നടങ്കം പീലാത്തോസിനെതിരായി. പക്ഷേ അവരുടെ എതിർപ്പ് എങ്ങനെയാണ് പീലാത്തോസ് തകർത്തത്? അവരെ വധിച്ചുകൊണ്ടാണ്. അവരുടെ രക്തം ഈ ജലത്തിൽ കലർത്തിക്കൊണ്ട് തന്നെയാണ് ആ വലിയ യുദ്ധം അവസാനിപ്പിച്ചത്. പക്ഷേ യഹൂദർ അടങ്ങിയിരുന്നില്ല. യഹൂദർ സീസറിന് ഇതേപ്പറ്റി പരാതി എഴുതി അയച്ചു. അപ്പോൾ സീസർ അവിടെ നിന്ന് പീലാത്തോസിന് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ സ്ഥാനം നഷ്ടപ്പെട്ടത് തന്നെ, അധികാരം നഷ്ടപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ചക്രവർത്തി. അതുകൊണ്ട് പീലാത്തോസ് യഹൂദരുടെ ഭാഗത്തു നിന്ന് ഇനി മറ്റൊരു ആഭ്യന്തര യുദ്ധം കൂടി ഉണ്ടാകുവാൻ താല്പര്യപ്പെട്ടില്ല. അവരെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, യേശുവിനെ വധശിക്ഷ നൽകുക. എന്തൊരു ദാരുണമായ അനുഭവം എന്ന് നാം വിചാരിക്കും. പക്ഷേ ആ അവസരത്തിൽ കുരിശിലേക്കാണ് യേശു നടന്നു പോകുന്നത്. അവിടെ പീലാത്തോസ് വധിക്കുന്നതിന് വേണ്ടി ഒരാളെ വധിക്കണമെങ്കിൽ കോടതിയുണ്ട്. റോമൻ സാമ്രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് കോടതിയുണ്ട്, അതുപോലെ അതിന് സമയമുണ്ട്. അവർക്ക് അഭിഭാഷകരെ നിയോഗിക്കുവാൻ സാധിക്കും, സാക്ഷികളുടെ മൊഴിയുണ്ട്, അതിനുള്ള ജനാധിപത്യത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ യേശു ഇവിടെ അതിനൊന്നിലൂടെയും കടന്നു പോകാൻ ഒരവസരം പോലും നൽകിയില്ല. വൈകുന്നേരം അറസ്റ്റ് ചെയ്യപ്പെടുന്നു. പിന്നീട് അവിടെ ഒരു തടവറയിൽ ഈശോയെ താമസിപ്പിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ വധശിക്ഷ വിധിക്കുന്നു. രാവിലെ 9 മണിയായപ്പോഴേക്കും കുരിശിൽ തറയ്ക്കപ്പെടുകയാണ് ഈശോ. എത്രയോ ദാരുണമായ പീഡാസഹനത്തിലൂടെയാണ് ഈശോ കടന്നു പോകുന്നത്. അതായത് പൗലോസ് ലീഹ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ 2 വർഷം അദ്ദേഹത്തിന് സമയം കൊടുക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ലീഹായ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംരക്ഷണവും കോടതിയുടെയും നീതിയുടെയും നിയമത്തിൻ്റെ എല്ലാം ലഭിച്ചിരുന്നു. പക്ഷേ ഈശോയ്ക്ക് ഒന്നും ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഈശോയുടെ കുരിശുമരണം, അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്, ഈശോയുടെ മരണം, അതിന് കാരണക്കാരൻ ആരാണ്? അത് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16 തന്നെ കാണാം. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. കുരിശുമരണം തിരഞ്ഞെടുത്തത് ഈശോ തന്നെയാണെന്ന് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുവാൻ സാധിക്കും, കൃത്യതയോടുകൂടി മനസ്സിലാക്കുവാൻ സാധിക്കും. യേശയ്യായുടെ പ്രവചനം 50-ാം അധ്യായം 4 മുതലുള്ള വചനങ്ങൾ, ഒരു ശിഷ്യനെ എന്ന പോലെ അവിടുന്ന് എൻ്റെ കാതുകളെ ഉണർത്തി, എന്നെ അവിടുന്ന് അഭ്യസിപ്പിച്ചു. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചതേയില്ല. എൻ്റെ മുഖം ഞാൻ ശിലാതുല്യമാക്കി. ഞാൻ പിന്മാറിയില്ല, എതിർത്തുമില്ല. യേശുവിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശയ്യായുടെ പ്രവചനത്തിൽ രേഖപ്പെടുത്തുകയാണ്. 53-ാം അധ്യായത്തിൽ, യേശയ്യായുടെ തന്നെ 53-ാം അധ്യായത്തിൽ ഒരു പാപപരിഹാരാർത്ഥം അവൻ സ്വയം സമർപ്പിക്കുന്നതായിട്ട് നാം വായിക്കുകയാണ്. സങ്കീർത്തനങ്ങളിൽ 22-ാം സങ്കീർത്തനം കൃത്യതയോടുകൂടി പാപപരിഹാരത്തിന് വേണ്ടി സമർപ്പിക്കുന്ന യേശുവിൻ്റെ മുഖം കൃത്യതയോടുകൂടി വായിച്ചെടുക്കുവാൻ നമുക്ക് കഴിയുകയാണ്. അപ്പോൾ യേശുവിന് വേണ്ടി, ഈ മരണത്തിന് വേണ്ടി, കുരിശുമരണത്തിന് വേണ്ടി കൃത്യതയോടുകൂടി ഒരുക്കി സമയം തീരുമാനിച്ചത്, കാലം തീരുമാനിച്ചത്, രീതി തീരുമാനിച്ചത് എല്ലാം അവിടുന്നാണ് നമുക്ക് ആ കുരിശുമരണം നമുക്ക് നൽകിയത്. എല്ലാം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി. ഈശോയുടെ കുരിശുമരണം അവിടുന്ന് നമുക്ക് നൽകുക നമുക്ക് വലിയൊരു പാഠമാണ്. സ്വന്തം ജനത്തിനു വേണ്ടി, ആ ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി അവിടുന്ന് ജീവൻ സമർപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടുന്ന് കണ്ണുനീരണിഞ്ഞു നിൽക്കുന്ന യോഹന്നാന് അവിടുന്ന് രക്ഷയായിട്ട് തീരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വലതുവശത്ത് കുരിശിലായിരിക്കുന്ന കള്ളനിൽ ഒരാൾക്ക് രക്ഷയായി ആകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അത് നമുക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി അവിടുന്ന് കുരിശുമരണം തിരഞ്ഞെടുത്തു. അതാരും നൽകിയതല്ല, ഫരിസേയർ നൽകിയതല്ല, അത് പീലാത്തോസ് നൽകിയതല്ല, ഹെറോദസ് നൽകിയതല്ല. അവിടുന്ന് അത് ഏറ്റെടുത്തതാണ്. അപരിമേയമായ സ്നേഹത്തിൻ്റെ വലിയ അടയാളം കുരിശ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നോമ്പുകാലത്തിൻ്റെ സമാപനത്തിലായിരിക്കുമ്പോൾ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്ന ഒന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ കുരിശെടുക്കണം.
നമ്മുടെ അനുദിന ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ കുരിശുകൾ നാം കണ്ടെത്തും. അത് നമ്മുടെ രോഗമായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം, മാനുഷിക ബന്ധത്തിലുള്ള വിള്ളലുകളായിരിക്കാം. അത് ദൈവം നമുക്കായിട്ട് ഒരുക്കി തരുന്നതാണ് ആ കുരിശുകൾ. നമുക്ക് ദൈവം തരുന്ന കുരിശുകൾ യേശുവിനെ പോലെ അത് സന്തോഷത്തോടെ നമുക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കുമ്പോൾ നമുക്കൊരു ഉദ്ധാനത്തിലേക്ക് നടന്നു പോകാൻ സാധിക്കും. യഹൂദരുടെ ഒരു കാലഘട്ടം, പീലാത്തോസിൻ്റെ റോമൻ കാലഘട്ടം, ഒരു കുരിശുമരണം അവിടെ ദൈവം തന്നെ ക്രമീകരിച്ചെങ്കിൽ അതെനിക്ക് നൽകുന്ന വലിയൊരു പാഠമാണ്. എൻ്റെ ജീവിതത്തിലെ കുരിശുകൾ ദൈവം എനിക്ക് ക്രമീകരിച്ച് നൽകുന്നതാണ്. അത് ഞാൻ സമചിത്തതയോടെ സ്വീകരിക്കണം, സ്നേഹത്തോടുകൂടി സ്വീകരിക്കണം. അവിടുന്ന് എനിക്ക് നൽകുന്ന ഈ കുരിശുകളും വചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, അതും പ്രവചിച്ചിട്ടുണ്ട്. അത് വചനം വായിച്ചുകൊണ്ട് തിരിച്ചറിയുവാനുള്ള ഒരാഹ്വാനമാണ് ഈ വലിയ ആഴ്ച നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ നഷ്ടധൈര്യരാകരുത്, ധീരതയോടുകൂടി കുരിശിനെ സമീപിക്കണം. അതെൻ്റെ സഹോദരന് വേണ്ടി ഞാൻ ഏറ്റെടുക്കുകയാണ്. ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അവരേറ്റെടുക്കുന്ന വേദനകൾ കുഞ്ഞിൻ്റെ ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കുന്നത് പോലെ എൻ്റെ അനുദിന ജീവിതത്തിലെ വേദനകൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വലിയ ആഴ്ചയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ഒരു ഉദ്ധാനം നമുക്ക് വലിയ പ്രതീക്ഷ നൽകുകയാണ്. ഓരോ പീഡാസഹനവും ഉദ്ധാനത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. ആ ഒരു പീഡാസഹനം മറ്റുള്ളവരുടെ ഉദ്ധാനമാണ് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത്. അത് നമുക്ക് കാത്തിരിക്കാം, നമുക്ക് പ്രത്യേകമായിട്ട് പ്രതീക്ഷയോടുകൂടി ആയിരിക്കാം. നല്ല വലിയ ആഴ്ചയുടെ എല്ലാ മംഗളങ്ങളും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഉദ്ധിതനായ ക്രിസ്തു നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. ഉദ്ധാനം അവിടെ നൽകിയ പരിശുദ്ധാത്മാവ് നമുക്കെപ്പോഴും കൃപയായിട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ. അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തു മാർഗചരിച്ചോരനേക നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം.